പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അർദ്ധവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഫിഖ്ഹ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പർ വരുന്ന രൂപവും വിവരിക്കുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മാർക്ക് ഇതുവഴി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം എന്നുള്ള ചോദ്യമാണ്. അതിലൊന്നാമത്തത് ഇസ്ലാം കാര്യങ്ങളിൽ, മൂന്നാമത്തേത് നോമ്പ് നോക്കൽ, സക്കാത്ത് കൊടുക്കൽ. നോമ്പ് നോക്കലാണ് ശരിയായത്. രണ്ടാമത്തത് 5 സമയങ്ങളിലായി നിർവഹിക്കണം. നിസ്കാരം എന്നുണ്ട്, ഹജ്ജ് എന്നുണ്ട്. നിസ്കാരമാണ്. മൂന്നാമത്തത് ചെവി രണ്ടും ഒന്നിച്ചു കഴുകുക, തടവുക എന്നതാണ് ശരി. നാലാമത്തത് വുളൂ മുറിയുന്ന കാര്യങ്ങൾ 5, 4 ശരി. അഞ്ചാമത്തത് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്നതാണ് ശരി. ആറാമത്തത് ഫാത്തിഹയ്ക്കു ശേഷം പറയണം ആമീൻ ആമീൻ എന്നതാണ് ശരി. 7 സുബ്ഹാന റബ്ബി അൽ അലീം വബിഹംദിഹി എന്നു ചൊല്ലേണ്ടത് സുജൂദിൽ റുക്കൂ എന്നതാണ് ശരി. ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യരൂപത്തിലോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ ഏത് രൂപത്തിലും ചോദിച്ചേക്കാം. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് 2 വിധം എഴുതാം എന്നുള്ളതാണ്. 2 എണ്ണമല്ല, അതിൽ വരുന്നത് പരമാവധി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാക്കാനും രക്ഷിതാക്കൾക്ക് പഠിപ്പിക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. വായിക്കാം. ബുദ്ധിയുടെ വാക്കുതെരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മറ്റുള്ളവ എന്നും കൂടെ ഉണ്ട്, അതും എഴുതാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് 2 എണ്ണമെങ്കിലും ചുരുങ്ങിയത് പഠിച്ചു വെക്കുക. എഴുതാനും കൂടെ പഠിക്കണേ. രണ്ടാമത്തത് സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? നെറ്റി, മൂക്ക്, 2 മുൻകൈയിൻ്റെ പള്ളകൾ, 2 കാൽമുട്ടുകൾ, 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. ഇതാണ് സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. വളരെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 1, 2 ഒക്കെ എന്തായാലും എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. മൂന്നാമത്തെ ചോദ്യം അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തുമഇനീനത്തുണ്ടല്ലോ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? റുക്കൂ, ഇഅ്തിദാൽ, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം അഥവാ 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. 2 സുജൂദിലും വേണം, പിന്നെ ഇടയിലെ ഇരുത്തത്തിലും തുമഇനീനത്ത് വേണം. ഇവകളിലൊക്കെയാണ് തുമഇനീനത്ത് അടങ്ങേണ്ട സ്ഥലങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാമെന്നുള്ളതാണ്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല, ആർക്ക് എന്നാണ്? സ്ത്രീകൾക്കാണ്. ബാങ്ക് സുന്നത്തില്ല, ഇക്കാമത്താണ് സുന്നത്തുള്ളത്. രണ്ടാമത്തത് ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതണം എന്ത്? സൂറത്താണ് ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓതാനുള്ളത്. അതിൽ തന്നെ മൂന്നാമത്തത് തുമഇനീനത്ത് എന്നാൽ എന്ത് എന്ന ചോദ്യമാണ്. നിസ്കാരത്തിൽ അനക്കം അടങ്ങലാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. നിസ്കാരത്തിലെ അനക്കം അടങ്ങലിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തത് ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? ഒരു റക്അത്ത് എപ്പോഴാണ് പൂർത്തിയാകുക? 2ാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകും എന്നതാണ്. ഇനി 4ാമത്തെ ചോദ്യം ക്രമീകരിച്ച് നമ്പർ ഇടാം എന്ന ചോദ്യമാണ്. ഉറപ്പായും ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. നിസ്കാരത്തിലെ ദിക്റുകൾ, നിസ്കാരത്തിൻ്റെ ഇടയിൽ ചൊല്ലാനുള്ള ദിക്റുകൾ, ബാങ്ക്, ഇഖാമത്ത്, അതുപോലെ തന്നെ വുളു എടുക്കുന്ന ഓർഡറുകൾ, പലതും നമുക്ക് ഇങ്ങനെ നമ്പർ ഇടാൻ വേണ്ടി ചോദിച്ചേക്കാം. അപ്പോൾ കുട്ടികളോട് ക്രമപ്രകാരം നമ്പർ ഇടുന്ന രൂപം കാണിച്ചു കൊടുക്കണം. ഇതുപോലെ ആദ്യം 1 എന്ന് കൊടുക്കുക,
രണ്ടാമത് അതിന് ശേഷം വരുന്നത് ഏതാണോ അതിന് 2 എന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. കൃത്യമായി നമ്മൾ നമ്പർ ഇടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതിൽ 2 ചോദ്യങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായും നമുക്ക് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഏതൊക്കെയാണ്, നീയത്താണ് ഒന്ന്, രണ്ടാമത്തത് ഫാത്തിഹയാണ്, മൂന്നാമത്തത് ഏതാണ്, സൂറത്ത് ഓതലാണ്. ഫാത്തിഹ കഴിഞ്ഞിട്ട് പിന്നെ സൂറത്ത് ഓതലാണല്ലോ. നാലാമത്തത് റുക്കു ആണ്. അഞ്ചാമത്തത് എഴുത്തിദാലാണ്. റുക്കുയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വരുന്നു. 5 കഴിഞ്ഞ് പിന്നെ ആറാമത്തത് സുജൂദാണ്. അപ്പോൾ ഈ ഒരു നിലക്കാണ് നമ്മൾ നമ്പറിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും അതിൻ്റെ ആ റൂട്ട് അനുസരിച്ച് വഴിയായി നമ്പറിട്ട് കൊടുക്കണം. അതിനെന്ത് വേണം, നല്ലോണം നോക്കിയിട്ട് മാത്രമേ നമ്പർ ഇടാവൂ എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തത് നിങ്ങൾക്ക് നോക്കൂ, നമ്മുടെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചെല്ലാനുള്ളതാണ്. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നിങ്ങനെ ഓർഡറാക്കിയിട്ട് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ ചൊല്ലാനുള്ള ദിക്റുകൾ പ്രത്യേകം നോക്കുക. അതുപോലെ തന്നെ ബാങ്ക്, ഇഖാമത്ത് ഇതൊക്കെ പഠിപ്പിച്ചാൽ മതി. പിന്നെ അവനോട് ഇങ്ങനത്തെ ഒരു കാര്യം നമ്പർ ഇടാനുണ്ടാകുമ്പോൾ കൃത്യമായി നോക്കിയിട്ട് മാത്രമേ നമ്പർ ഇടാവൂ എന്നുകൂടെ പറഞ്ഞു കൊടുത്താൽ മതി. ഇനി അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്നുള്ള ചോദ്യമാണ്. അതിലൊന്ന് 2 ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ് 2 ഷഹാദത്ത് കലിമ. അത് എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അല്പം പ്രയാസമുള്ളതാണ് അത് എഴുതാൻ. പ്രത്യേകിച്ച് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ വരുമ്പോൾ അക്ഷരങ്ങൾ കുറഞ്ഞോ കൂടിയോ എന്നൊരു സംശയം കുട്ടികൾക്കുണ്ടാകും. രണ്ടാമത്തത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത്. ഇനി മൂന്നാമത്തത് ഇഖാമത്തിൽ മാത്രമുള്ള വചനം ഏതാണ്? ഖദ് ഖാമത്തിസ്സല എന്നുള്ളതാണ്. ഇനി നാലാമത്തത് സുജൂദിൽ 3 തവണ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ളതാണ്. അപ്പോൾ സുജൂദിലും റുക്കോയിലും ചൊല്ലാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കുട്ടികൾക്ക് അത് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അലീം അഅ്ല രണ്ടും ചെറിയ മാറ്റമേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ വരെ മാറാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നുള്ളതാണ്. നോട്ട് ചെയ്യുക, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലും എല്ലാറ്റിൻ്റെയും ഉത്തരങ്ങളുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് വായിച്ച് രണ്ടിലും പരസ്പരം വരുന്ന ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകമായി പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പരീക്ഷയ്ക്ക് നിർദ്ദേശിച്ച എല്ലാ പാഠങ്ങളിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് പാഠം 1-2 തവണ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. പൂരിപ്പിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ പാഠം വായിക്കാൻ അറിയുന്നവർക്കാണ് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കുക. ചോദ്യോത്തരം മാത്രം നോക്കരുത്, പാഠവും വായിക്കണം, പൂരിപ്പിക്കാനുണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരു ലൈക്ക് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൊടുക്കുക.